കുടിയേറ്റം വെട്ടിക്കുറയ്ക്കാൻ കാനഡ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുടിയേറ്റക്കാർക്ക് കാനഡ ഒരു ജനപ്രിയ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നും കാനഡയിൽ പഠിച്ച് അവിടെ തന്നെ പൗരത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ഇന്ത്യക്കാർ ഇപ്പോഴും കാനഡയിലുണ്ട്. 2024 4,85,000 ആയിരുന്ന പെർമനന്റ് റെസിഡൻഷ്യൽഷിപ്പ് വരും വർഷങ്ങളിൽ കുറച്ചുകൊണ്ടുവരാനാണ് കാനഡ ശ്രമിക്കുന്നത്. 2025 3,95,000 2026 3,80,000 2027 3,65,000 കുറച്ചേക്കുമെന്നൊക്കെ ഉള്ള വാർത്തകൾ നേരത്തെ വന്നു കഴിഞ്ഞു. ടെമ്പററി റെസിഡൻസിന്റെ എണ്ണവും ഒറ്റയടിക്ക് 30,000-ഓളമായി കുറയ്ക്കാനാണ് കാനഡയുടെ തീരുമാനം. ഇത് തീർച്ചയായും കാനഡയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻവർഷത്തെക്കാളും 35% കുറവ് സ്റ്റുഡന്റ് പെർമിറ്റുകൾ നൽകിയാൽ മതിയെന്നാണ് തീരുമാനവും. സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട്. പെർമനന്റ് റെസിഡൻസിയിൽ നിന്ന് പൗരത്വത്തിലേക്ക് മാറാൻ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് കാനഡയിൽ. ചിലരുടെ പൗരത്വ അപേക്ഷകൾ കാനഡ നിരസിക്കാറുണ്ട്. അപേക്ഷ നിരസിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കനേഡിയൻ പൗരത്വ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്ന് അപൂർണമായോ തെറ്റായതോ ആയ അപേക്ഷാ ഫോമുകളാണ്. പൗരത്വ അപേക്ഷയ്ക്ക് നിരവധി ഫോമുകൾ ഉണ്ടാകും. അത് കൃത്യമായി തന്നെ പൂരിപ്പിക്കണം. ഓരോ വിഭാഗവും ശരിയായി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ ഫോമുകളും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുക എന്നതാണൊന്ന്. എല്ലാ വിവരവും ഫോമുകളിലും അനുബന്ധ രേഖകളിലും സ്ഥിരതയുള്ളതായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെയോ അഭിഭാഷകന്റെയോ സഹായം ഉറപ്പായും തേടിയിരിക്കണം. കനേഡിയൻ പൗരത്വത്തിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ അവരുടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള 5 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 1095 ദിവസങ്ങൾ, അതായത് 3 വർഷം കാനഡയിൽ താമസിക്കണം. പല അപേക്ഷകരും ഈ ആവശ്യകത നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് INC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തിന് പുറത്തേക്കുള്ള ചെറിയ യാത്രകളൊന്നും പലപ്പോഴും അപേക്ഷകർ കണക്കിലെടുക്കാറില്ല. കാനഡയിലെ നിങ്ങളുടെ ദിവസങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇമിഗ്രേഷൻ റിഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ വെബ്സൈറ്റിൽ ലഭ്യമായ റെസിഡൻസി കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ഭാഷാ പ്രാവീണ്യവും മറ്റൊരു കാരണമാണ്. 18 മുതൽ 54 വരെ പ്രായമുള്ള അപേക്ഷകർ കാനഡയുടെ ഔദ്യോഗിക ഭാഷകളായ ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ പ്രാവീണ്യം നേടേണ്ടതായിട്ടുണ്ട്. കനേഡിയൻ സമൂഹവുമായി ഇടപെടാൻ ഭാഷാ വൈദഗ്ധ്യം അത്യന്താപേക്ഷിതമാണ്. ആവശ്യമായ ഭാഷാ നിലവാരം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പൗരത്വ അപേക്ഷ തള്ളിക്കളയും. ഇംഗ്ലീഷിന് IELTS അല്ലെങ്കിൽ CELPIP അല്ലെങ്കിൽ ഫ്രഞ്ചിന് TEF പോലുള്ള അംഗീകൃത ഭാഷാ പരീക്ഷയുടെ രേഖകളാണ് പൗരത്വ അപേക്ഷയ്ക്കൊക്കെ സമർപ്പിക്കേണ്ടി വരിക. നിങ്ങളുടെ അപേക്ഷയ്ക്കൊപ്പം സാധുവായതും നിലവിലുള്ളതുമായ പരീക്ഷാ ഫലം സമർപ്പിച്ചുവെന്ന് ഉറപ്പാക്കണം. ക്രിമിനൽ റെക്കോർഡുള്ള അപേക്ഷകരുടെ അപേക്ഷകൾ സ്വീകരിക്കില്ല. കഴിഞ്ഞ 6 മാസം നിങ്ങൾ എവിടെ താമസിച്ചുവോ ആ പരിധിയിലെ പോലീസ് സ്റ്റേഷനിലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ തോതിലുള്ള എന്തെങ്കിലും കേസുകളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ കേസ് കഴിഞ്ഞ ശേഷം എത്ര കാലങ്ങൾക്ക് ശേഷമാണ് പൗരത്വ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടോ എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അപേക്ഷയിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും വിവരങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. കാനഡയിലേക്ക് നിങ്ങളോടൊപ്പം വരാത്ത കുടുംബങ്ങളുടെ വിവരങ്ങളും അപേക്ഷയിൽ കാണിക്കേണ്ടതായി വരും. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഭാവിയിൽ അപേക്ഷിക്കുന്നതിൽ നിന്നുള്ള വിലക്ക് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. അപേക്ഷകർ 5 വർഷത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും നികുതി ഫയൽ ചെയ്തിരിക്കണമെന്നതും നിർബന്ധമാണ്. ആവശ്യമായ കാലയളവിലേക്ക് നിങ്ങളുടെ നികുതികൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മുൻവർഷങ്ങളിൽ നികുതികൾ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് മുൻകൂർ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പൗരത്വ പ്രക്രിയയിലുടനീളം അപേക്ഷകർ അവരുടെ PR നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ PR സ്റ്റാറ്റസ് അസാധുവായാൽ നിങ്ങളുടെ പൗരത്വ അപേക്ഷയും അസാധുവാകും. നിങ്ങളുടെ PR സ്റ്റാറ്റസ് നിലനിർത്താൻ ആവശ്യമായ റെസിഡൻസി ബാധ്യതകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പൗരത്വത്തിനോ സ്ഥിരതാമസത്തിനോ വേണ്ടിയുള്ള അപേക്ഷ മുൻപ് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അപേക്ഷിക്കുന്നതിനെയും ബാധിക്കും. നിങ്ങളുടെ പൗരത്വ അപേക്ഷ മുമ്പ് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരസിച്ചതിൻ്റെ കാരണങ്ങൾ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുകയും വീണ്ടും അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും ശരിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഈ പരിശോധനയിൽ പരാജയപ്പെടുന്നതും പൗരത്വ അപേക്ഷ നിരസിക്കാനുള്ള കാരണമാണ്. നിങ്ങളുടെ പൗരത്വ അപേക്ഷ മുൻപ് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരസിച്ചതിൻ്റെ കാരണങ്ങൾ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യുകയും വീണ്ടും അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 18 മുതൽ 54 വരെ പ്രായമുള്ള അപേക്ഷകർ കനേഡിയൻ ചരിത്രം, ഉത്തരവാദിത്വം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ടെസ്റ്റിൽ വിജയിക്കേണ്ടതുണ്ട്. ടെസ്റ്റിന് തയ്യാറെടുക്കാൻ IRCC നൽകുന്ന ഔദ്യോഗിക പഠന ഗൈഡുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ഉപയോഗിക്കണം. ഈ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പരീക്ഷ നേരിടാം. ഇനി നിങ്ങളുടെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അന്യായമായാണ് നിരസിച്ചതെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം.